ബാല്യ യൗവന കാലത്തെ പ്രതിസന്ധികൾ വിദ്യാർത്ഥികളോട് തുറന്നു പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5ാം ക്ലാസ്സിൽ പഠനം നിർത്താൻ തീരുമാനിച്ചതും പിന്നീട് തുടർന്ന് പഠിക്കാൻ ഇടയായതുമായ സംഭവങ്ങളാണ് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലായിരുന്നു മുഖ്യമന്ത്രിയും വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയം. വിദ്യാഭ്യാസത്തിൻ്റെതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീ. ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ടെന്താ കാര്യം, ഇനി വീടി കെട്ടാൻ പോയാൽ മതി എന്നായി. ബാല്യകാലത്ത് നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കുട്ടിക്കാലം ഓർമ്മിച്ചെടുത്തത്. വസ്ത്രങ്ങളുടെ കുറവ് അറിയാതിരിക്കാൻ ഒറ്റ നിറമുള്ള ഡ്രസ് ധരിക്കാൻ തുടങ്ങിയതും, അമ്മ തന്നുവിടുന്ന ഒറ്റ റൊട്ടി കൊണ്ട് വിശപ്പടക്കിയത് ഉൾപ്പെടെയുള്ള നാളുകൾ. പഠനത്തിനായി തന്റെ ജാതകം എഴുതിയ കഥയും പിണറായി വിജയൻ വിദ്യാർത്ഥികളോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവരുടെ ജാതകം. എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കും, അതേവരെ പഠിപ്പിക്കണം. ആ വാക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ ആശയങ്ങൾ വിശദീകരിച്ചു. പമ്പ് വഴി വെള്ളം ഇവിടെ വരികയും ഇവിടുന്ന് ഫിൽറ്ററായി തിരിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ ഏകദേശം നടക്കും. അതിൽ ക്യാമറാസ് ഉണ്ട്. അത് ധരിച്ചിരിക്കുന്ന ആളുടെ ആംഗ്യഭാഷയെ പിടിച്ചെടുത്ത് ശബ്ദമായി പുറത്ത് നൽകുകയും തിരിച്ചതേ ശബ്ദത്തെ അകത്തോട്ട് എടുത്തു തന്നെ ഒരു സ്ക്രീൻ നൽകുന്നതാണ്. അതിലേക്ക് ആംഗ്യഭാഷയെ നൽകാനും സാധിക്കുന്നതാണ്. നാടിനാവശ്യമായ ആശയങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതെന്നും അവർ നാടിന്റെ ഭാവിയെ ഗൗരവത്തോടെ കാണുന്നുവെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ ലക്ഷ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.